ഇൻവെസ്റ്റ്മെന്റ്സിനും അതിൻ്റെതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടാവുമല്ലോ. ഗോൾഡ് ജ്വല്ലറിയെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവ്സ്? സ്വർണത്തിൻ്റെ വാല്യൂ എന്തായാലും ലോങ് ടേമിൽ കൂടി വരും എന്നുള്ളത് നമുക്കറിയാം. പിന്നെ എപ്പോൾ വേണമെങ്കിലും പണയം വെച്ച് നമുക്ക് കടമായിട്ട് എടുക്കാം എന്നുള്ളത് വലിയൊരു പോസിറ്റീവാണ് അല്ലേ. പിന്നെ ഒരു എമർജൻസിക്ക് എപ്പോൾ വേണമെങ്കിലും കൊടുത്താൽ കാശാക്കാം എന്നുള്ളതും വലിയൊരു പോസിറ്റീവാണ്. അപ്പം നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ കളഞ്ഞു പോകാനുള്ള സാധ്യത തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ്. പിന്നെ മേക്കിംഗ് ചാർജസ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങുന്ന ജ്വല്ലറി ടൈപ്പ് അനുസരിച്ചിട്ട് സ്വർണത്തിൽ കിട്ടുന്ന റിട്ടേൺസിൻ്റെ നല്ലൊരു ഭാഗം അങ്ങനെ പോയി കിട്ടും. പിന്നെ 3% ഇപ്പോൾ GST കൊടുക്കണമല്ലോ. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിൽ നിന്നൊരു വരുമാനമായിട്ടോ അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ചെറുതായിട്ടോ വലുതായിട്ടോ പെട്ടെന്ന് അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്നുള്ളതും ഒരു നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ സ്വർണത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഗോൾഡ് ജ്വല്ലറി അല്ലാതെ ഈ നെഗറ്റീവ്സ് ഒന്നും ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മറ്റു ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ്, ഗോൾഡ് ETFs ഇതൊക്കെ ഉള്ള ഓപ്ഷൻസ് ആണ്.